നടേശൻ മുതലാളി ആ വർഷത്തെ സ്റ്റേറ്റ് അവാർഡാണ്, ബെസ്റ്റ് വില്ലൻ അവാർഡ് കിട്ടിയ റോളാണ്. അദ്ദേഹത്തെ അങ്ങനെ ചെയ്യാം. സ്ഥിരം കലാഭവൻ മണി അദ്ദേഹം വില്ലനായിട്ട് ചെയ്യുന്ന മറ്റു സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, പക്ഷെ അതൊന്നും അല്ലാതെയും വില്ലത്തരം ചെയ്യാം, വേറൊരു രീതിയിൽ കലാഭവൻ മണി അവതരിപ്പിക്കാം. ഞാൻ അതിനേക്കാളും സംബന്ധിച്ച് വേറൊരു വേഷം വന്നപ്പോൾ ഞാൻ പറഞ്ഞു മണിയാണ് ആപ്റ്റ് എന്ന് പറഞ്ഞ് ഞാൻ കാസ്റ്റ് ചെയ്തതാണ്. സന്തോഷ് ശിവൻ്റെ അടുത്ത് പറഞ്ഞത് 2 കാസ്റ്റിങ്ങാണ്. സന്തോഷ് ശിവനെ കാസ്റ്റ് ചെയ്യുന്നതിനേക്കാളും മുമ്പേ കാസ്റ്റ് ചെയ്തതാണ് ഞാൻ മനോജ് കെ ജാനിനെ ആച്ചി ആ റോള് ചെയ്യുന്നത്, ദിഗംബരൻ്റെ വേഷം. അതുപോലെ അതിനകത്ത് ബ്ലൈൻഡായിട്ട് കലാഭവൻ മണി ചെയ്ത് വേറൊരു വലിയ സംഭവം മണി ചെയ്തിട്ടുണ്ട്. ഈ പടത്തിന് ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് വില്ലൻ ആക്ടർ ആയിട്ടും അവാർഡ് കിട്ടി. ഇതിനകത്ത് മറ്റ് ഒരു കാര്യം എന്ന് വെച്ചാൽ അതിന് ശേഷം ഇതുവരെ വന്നിട്ടില്ല ഈ കൊച്ചിൻ കാർണിവൽ ഷൂട്ട് ചെയ്യുക. അതിനുശേഷം പിന്നെ അത് RDX അതുപോലെ ഒരു സംഭവം വരുന്നത്. പക്ഷെ RDX ഇത്രയും വലിയ ഗ്രാൻഡ്യൂർ ഇല്ല, കുറെ ആളുകൾ, അത്രയും വലിയ പപ്പാനിയുടെ അകത്ത് ക്ലൈമാക്സ്, അത് എത്രമാത്രം വന്ന് പൈസ ചെലവ് വന്നിട്ടുണ്ട്, എത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ഷൂട്ടിങ്. അതിൻ്റെ ആർട്ട് ഡയറക്ടർ സുനിൽ ജീവിച്ചിരിപ്പില്ല, അദ്ദേഹം മരിച്ചു 2 വർഷം. അദ്ദേഹം തന്നെയാണ് അനന്തഭദ്രത്തിൻ്റെ ആർട്ട് ഡയറക്ടർ. അതിന് സ്റ്റേറ്റ് അവാർഡായിരുന്നു ബെസ്റ്റ് ആർട്ട് ഡയറക്ടർ. അപ്പോൾ ഇതും പുള്ളിയെ തന്നെ ഏൽപ്പിച്ചു. അപ്പോൾ ഈ അപ്പാനി ഉണ്ടാക്കാനായിട്ട് ലക്ഷക്കണക്കിന് രൂപയായിട്ടുണ്ട്. കാര്യം കംപ്ലീറ്റ് ഇതിൻ്റെ മുകളിൽ കയറണം, ഫൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കണം. ലാസ്റ്റ് അപ്പോൾ ഇരുമ്പിലാണ് അകത്ത് ചെയ്തിരിക്കുന്നത്, പിന്നെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അപ്പോഴൊന്നും അല്ല അതിൻ്റെ ടെൻഷൻ എടുത്ത്, ഇതെല്ലാം കഴിഞ്ഞിട്ട് സെൻസറിങ്ങിന് വന്നപ്പോഴത്തേക്ക് അവരൊന്നും സെൻസർ ചെയ്യാൻ പറ്റില്ല. എന്താണ് അങ്ങനെ കത്തിക്കാൻ പാടില്ല, അപ്പം അതിനെ കത്തിക്കാൻ പാടില്ല. അത് അവസാനം ഒരു പ്രത്യേക മതക്കാരൊന്ന് വഴക്കുണ്ടാകും, നിങ്ങൾ ചെയ്യുന്നത് തെറ്റല്ലേ. അത് ദൈവമായിട്ടല്ല അങ്ങനെ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇത് മട്ടാഞ്ചേരിയിലുള്ള ആഘോഷമാണ്. പിന്നെ നമ്മൾ റെഫറൻസ് വേൾഡിൽ ഇന്ന സ്ഥലത്തൊക്കെ ഇത് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അന്നത്തെ സെൻസർ ഓഫീസിന് ഭയങ്കര പേടി. ശരി, അങ്ങനെ ബാധിക്കുന്നതല്ലേ. അങ്ങനെ അവസാനം നിവർത്തി ഞാൻ സാർ ഇത് ഇനി പടം റിലീസിന് കുറച്ച് ദിവസം, ഈ ഒരു ഒറ്റ കാരണം പറഞ്ഞാൽ റീഷൂട്ട് ചെയ്യാനും പറ്റില്ല, ഇതില്ലാതെ ആ പടത്തിന് ക്ലൈമാക്സും ഇല്ല. അത് സാർ എങ്ങനെയും സെൻസർ ചെയ്തിട്ടുള്ളൂ, നമ്മൾ എന്തുവേണം എഴുതി തരാൻ. അങ്ങനെ അദ്ദേഹം ഇവിടെ ഈ പറഞ്ഞ മാതിരി മട്ടാഞ്ചേരി CI വിളിക്കുന്നു, ഇങ്ങനൊരു സംഭവം ഉണ്ടോയെന്ന് ചോദിച്ചു. ഉണ്ട് സാർ, എല്ലാ വർഷവും ഇവിടെ ഉണ്ട്, ഇതുപോലെ അപ്പാനിയെ കത്തിക്കുന്നുണ്ട്, അതൊരു ചടങ്ങാണ്, മറ്റു രാജ്യങ്ങളിലൊക്കെ ഉള്ള ഇവിടെ അത് ചെയ്യാറുണ്ട്, കൊച്ചിയിൽ മാത്രമേ അത് നടക്കാറുള്ളൂ, അത് നടക്കണം. അങ്ങനെയാണ്. എന്നാലും എൻ്റെ ഒന്ന് എഴുതി വെച്ചു, ഇതുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസോ കോംപ്ലിക്കേഷൻസോ ഒക്കെ പറഞ്ഞാൽ ഞാൻ ഉത്തരവാദി രാജുവായിരിക്കുന്നത്, ഞാൻ മുന്നേ എഴുതി തരാമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ എഴുതി കൊടുത്തിട്ടാണ് അത് ഒന്ന് സെൻസർ ചെയ്തത്. ഈ വെള്ളനയുള്ള നാട്ടിൽ മറ്റേ ഈ തിക്കുറിശി ചേട്ടൻ ലാലേട്ടനോട് പറയുന്നില്ലേ, നീ എങ്ങോട്ടെ ഈ വടിയും ജുബ്ബിയൊക്കെ ഇട്ടിട്ട്? അങ്ങനെയല്ല, അത് പറയുന്നത് ഇതാണ്, കാലത്തെ എങ്ങോട്ടാ, അവൻ്റെ കൂറിയും വാടിയും ബാഗും കണ്ട ഒരു കണിയാൻ്റെ കൂട്ടുണ്ടെന്ന് പറഞ്ഞു. അത് വിഷയമായിരുന്നു. അത് സെൻസർ ബോഡി ചെന്ന് പറഞ്ഞു, അങ്ങനെ ഒരു പ്രത്യേക ഇപ്പോഴത്തെ കാലത്ത് എല്ലാ കാര്യത്തിനും ഇഷ്യൂസ് ഉണ്ട്, കണിയാൻ എന്നുള്ളൊരു കാസ്റ്റ് ഒന്നും പറയാൻ പാടില്ല. അത് പിന്നെ മാറ്റി പറഞ്ഞു, അത് ചെയ്തിട്ടുണ്ട് സംഭവം. അല്ല, അത് മാറ്റിയില്ല, അതും സെൻസർ ഓഫീസർ. ഞാൻ കണിയാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ പറയുന്നതാണ്. പൂജാരി എന്ന് പറഞ്ഞാലും കണിയാൻ എന്ന് പറയുന്നത് അവരാണ് നോക്കുന്ന പ്രശ്നങ്ങൾ. അത് എൻ്റെ നിന്ന് എഴുതി വാങ്ങിച്ചു, എന്ത് പ്രശ്നമുണ്ടെങ്കിലും നോക്കിക്കൊള്ളാം, ഞാൻ ഏറ്റിട്ട് അങ്ങനെ എഴുതിക്കൊള്ളാം. ഞാൻ ഈ പടത്തിൻ്റെ ഷൂട്ടിങ്ങിനും മറ്റ് ലൊക്കേഷൻ നോക്കുന്നത് എപ്പോഴും ആസ് യൂഷ്വൽ ലൊക്കേഷനിൽ നിൽക്കും, ഡബിങ്ങിനും എല്ലാം അറ്റൻഡ് ചെയ്യുമല്ലോ. സെൻസറിങ് ഓഫീസിൽ ഞാൻ പടം തീരുന്നൊരു വെളിയിൽ നിൽക്കും, ഇവരെ വായി വന്ന് ഇത് ഓക്കെ കിട്ടുന്നവരെ സമാധാനമില്ല. അങ്ങനെ ഇതും ഞാൻ കൂടെ വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ എഴുതി കൊടുത്തിട്ടാണ് അത് ഞാൻ ചെയ്തത്. ഈ പൊൻമുട്ടയിടുന്ന തട്ട എന്നുള്ള പടം സെൻസർ ഒബ്ജക്ഷൻ ആദ്യമേ വന്നുകൊണ്ട് മാറ്റി പൊൻമുട്ടയിടുന്ന താറാവെന്നാക്കി. ഈ ഓട്ടോനകത്തെ ഇപ്പൊ ആളുകൾ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ വളരെയധികം സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സീനുണ്ട്. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരുത്തിയതിനു ശേഷം മോഹൻലാലിന്റെ ക്യാരക്ടറിനെ അവിടെ നിന്ന് പറഞ്ഞയച്ചിട്ട് നിനക്ക് പിന്നെ എപ്പോഴെങ്കിലും കഴിച്ചപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ ഇരിക്കണമെന്ന് ചോദിക്കുന്നത്. ഒറ്റ ഡയലോഗ് പോലും ഇല്ലാതെ ആ റിയാക്ഷൻ കൊണ്ട് മാത്രം നമ്മളെ കരയിപ്പിക്കുന്ന ഒരു ലാലേട്ടനെ അവിടെ കാണാം. അപ്പൊ അവിടെയും ഒരു ഡയലോഗും ഇല്ലാതെ പറയുന്ന ആള് പിന്നെ നേരെ കട്ടു ചോട്ടവും ബൈ എന്തുകൊണ്ടാണ് നീ നന്നാവാതെ പോയെന്ന് പറഞ്ഞപ്പോൾ ഒട്ടും സീരിയസ് അല്ലാതെയാണ് അദ്ദേഹം അത് പ്രസന്റ് ചെയ്യുന്നത്. അച്ഛൻ്റെ കൂടെ ഞാൻ ദോശ വിട്ട് കിടന്നിട്ട് നന്നാവാൻ വരുന്ന ലേഹ്യം വല്ലതും ഉണ്ടെത്താന്നാ പറയുന്നത്. അത് ഇമോഷണൽ ആയിട്ട് പറയുന്നത്, വേറൊരു ട്രാക്കാണ് അതിന് മൊത്തത്തിൽ. ഇത് ശരിക്കും ഒരു ആക്ടറുടെ ബ്രില്യൻസ് അല്ലേ? ആക്ടർക്ക് ബ്രില്യൻസ് ശൂന്യത ഉണ്ടാക്കാൻ പറ്റില്ല, സിറ്റുവേഷൻ വേണം. ഒരു സിനിമ നന്നാവണമെങ്കിൽ കണ്ടന്റ് വേണമെന്നല്ലേ. ഉദാഹരണം, ഞാൻ അത് മോഷ്ടിച്ചത് ആഭിജാത്യ എന്നുള്ള സിനിമയാണ്. കാര്യം മധു സാറ് കല്യാണം കഴിച്ചിരിക്കുന്നത് ശാരദയാണ്. അപ്പം അനിയത്തിയെ കല്യാണം കഴിച്ചിരിക്കുന്ന നസീർ സാർ എന്താണ്. അപ്പം ഈ വലിയ വരുമാനമില്ലാത്തതാണ്. മധു സാറ് താഴെ ഇരുന്ന് ഇലയിട്ട് സദ്യ ഉണ്ടായിരിക്കുമ്പോഴത്തേക്കും പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ശാരദയുടെയും മറ്റേ അവരുടെയും അച്ഛൻ തിക്കുറിശി ചേട്ടനാണ്. അങ്ങനെ വരുമ്പം പയ്യെ എൻ്റെ വീട്ടുകാരിൽ ആരോ വരുമ്പം ഇരിക്കാൻ സ്ഥലമില്ല, ഉടനെ ഓപ്പൺ ഇല്ല, ഇങ്ങനെ ചോറ് വരകിയതാണ്. നീ അങ്ങോട്ട് എണീരിക്കും, ഇതിൻ്റെ ഇടയിൽ തന്നെ അത്യാവശ്യമുണ്ട്, നീ അവിടെ എണീക്കും. അപ്പോൾ ശാരദ നോക്കും. ശാരദയുടെ കണ്ണൊക്കെ അറിയുമ്പം മധു സാറ്
ഒരു വല്ലാത്ത ചിരിയും ചിരിച്ചിട്ടായിരുന്നു. ഞാൻ തിയേറ്ററിൽ നിന്ന് കരഞ്ഞ സീനാണ്. നമുക്കിത് എങ്ങനെ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കണം ഞാൻ വേണമെന്ന് പറഞ്ഞു. അതാണ് ആ സീക്വൻസ്. ബർത്ത്ഡേക്ക് അവിടെ കൊണ്ടുവരികയും പ്ലേസ് ചെയ്യുകയും സുകുമാരി ചെയ്തിട്ട് നീ അങ്ങോട്ട് എണീക്കും, നിനക്ക് ഇപ്പം തോന്നുന്നു ഇത്ര ധൃതി. അതൊരു വേറൊരു ഹിറ്റ് പടത്തിൽ നിന്നുള്ള കണ്ടൻറ്റ് അടിച്ചു മാറ്റുകയാണ്. അവിടെ നമുക്ക് ആക്ടർക്ക് പെർഫോം ചെയ്യാൻ കൊടുക്കണം. പെർഫോം ചെയ്യാൻ ആക്ടറിന് സാധനം കൊടുക്കണം, ആക്ടർ അത് ചെയ്യും വേണം. അത് മോഹൻലാലിൻ്റെ തന്നെ നമ്മൾ ചോദിക്കും എങ്ങനെയാണ് ഏതെങ്കിലും ഇതല്ല ഈ പടം ഏതെങ്കിലും പടം ചെയ്ത് എങ്ങനെ ചെയ്യുന്നില്ല. എനിക്കറിയില്ല. എനിക്ക് ആ സമയത്ത് തോന്നിയും ചെയ്തു. ഒരു ആക്ടറിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞത് ഈ പറയുന്ന നിങ്ങളെല്ലാം കേട്ടിരിക്കുമല്ലോ, സ്റ്റാർട്ട്, ക്യാമറ, കട്ട്, ഇതിൻ്റെ ഇടയ്ക്കുള്ള ആ ഡ്യൂറേഷനിലുള്ള പുള്ളിയുടെ ഇതാണ് അഭിനയം എന്ന് പറയുന്നത്. പിന്നെ മോഹൻലാൽ ലൈഫിലും ആൾ ഫേക്കല്ല. അയാൾ അഭിനയിക്കാത്തത് ജീവിതത്തിൽ മാത്രമേ ഉള്ളൂ. ജീവിതത്തിൽ അഭിനയിക്കത്തില്ല, എന്താണ് സ്ട്രൈറ്റ് ആയിട്ട് പറയും. പക്ഷേ ക്യാമറ വരുമ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ അങ്ങനെ പെരുമാറിയാണ് ബിഹേവ് ചെയ്യുന്നത്. നേരത്തെ നിങ്ങൾ പറഞ്ഞ മാതിരി ഒരാളിന് വലിയ ഡയലോഗും സീനും ഇല്ലെങ്കിൽ നിൽക്കാൻ പറ്റും. ഉദാഹരണം സബ്ജക്റ്റിൻ്റെ സ്ട്രെങ്ത്തും ഉണ്ട്. ഉദാഹരണം ദേവാസുരം എന്നുള്ള പടത്തിൽ ഞാനുൾപ്പെടെ, ഞാൻ, ശ്രീരാമൻ, രാമു, അങ്ങനെ 3-4 പേരാണ് അദ്ദേഹത്തിൻ്റെ മംഗലശ്ശേരി നീരാൻ്റെ സുഹൃത്തുക്കൾ. പല രംഗങ്ങളിലും ഞങ്ങൾക്ക് ഡയലോഗില്ല. മോഹൻലാലിൻ്റെ കൂടെ പുറ ജീപ്പിൻ്റെ ബാക്കി ഇരിക്കുക, ഫൈറ്റ് കിടക്കുക പറയാം. പക്ഷേ അതൊക്കെ ആ മംഗലശ്ശേരി നീലൻ്റെ സപ്പോർട്ടാണ്. അവിടെ കയറിയിട്ട് എന്തോന്ന് ഇത് വന്നിട്ട് 15 ദിവസം ഒരു ഡയലോഗും ഇല്ല, ബാക്കി നടക്കുന്നത്. ആ നടക്കുന്നത് നിൽക്കുന്നത് അയാളുടെ ബാക്കി നിൽക്കുന്നത് ആ ക്യാരക്ടറിൻ്റെ ഇതാണ് സംഭവം. ഇപ്പം അതുപോലെ തന്നെയാണ് തുടരും എന്നുള്ള സിനിമയിലെ കുഞ്ഞച്ചൻ്റെ കഥാപാത്രവും പല സ്ഥലങ്ങളിൽ അയാൾ വിങ്ങിപ്പൊട്ടുന്നുണ്ട്, അതുപോലെ സൈലൻ്റായിട്ട് നിൽക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ. അയാൾ ലാസ്റ്റിൽ കൊണ്ടുവന്ന സമയത്ത് അയാൾ ഒരു നിപ്പുണ്ട് എല്ലാം തകർന്ന്. അത് മതി. അവിടെ കയറിയിട്ട് ഘോര ഡയലോഗൊന്നും പറയണമെന്നില്ല. ചെറിയ സെറ്റിൽ തുടരണതി മരണ വാർത്ത അറിഞ്ഞിട്ട് ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ. അയ്യോ, അതായത് പറഞ്ഞ് ആ വാർത്ത പറയുന്ന ആളൊരു വലിയ പൊസിഷനിലിരിക്കുന്ന ഒരാളാണ്, എല്ലാവർക്കും ഭയമുള്ള ഒരാളാണ്. അയാളോടുള്ള ഭയവും കാണിക്കണം, എന്നാൽ ഇത് ഇപ്പുറത്ത് പോയി പറയും, ഇത് രണ്ടിന്റെ ഇടയിൽ പോയി പെട്ടു എന്ന് പറയുന്ന ഇപ്പുറത്തേക്ക് നടന്ന ദുരന്തമാണ്, അപ്പുറത്തുനിന്ന് ഒരു വാർത്ത അറിയാണ്. വളരെ രസമായിട്ട് ഇതുവരെ രാജേട്ടൻ അങ്ങനെ ഒരു എക്സ്പ്രഷൻ കണ്ടിട്ടുമില്ല. അത് ഞാൻ പറഞ്ഞേ, ഈ ഡയറക്ടർ ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം 10-16 വർഷം കഥകളി പഠിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് മാത്രമില്ല, എന്നാൽ പിന്നെ കലാമണ്ഡലം അവരൊക്കെ വലിയ ഡയറക്ടർ. അതല്ല, പുള്ളി ആക്ടിങ് സ്കൂളൊക്കെ ആക്ടിങ് ക്ലാസ് ഒക്കെ നടന്നതാണ്. പക്ഷെ അഭിനയം പറഞ്ഞു തരും. അതിപ്പോൾ മോഹൻലാലായാലും ഞാനായാലും ആരായാലും പുള്ളി അടുത്തൊന്ന് പറയും. ഇൻസ്പെക്ടർ ആയാലും പറയും, ഹലോ മോളെ എന്നൊക്കെ പറഞ്ഞില്ലേ, അതാണ് ആദ്യം എടുക്കുന്ന സീന്. അപ്പം എന്ത് ചെയ്യും മോളെ എന്നൊക്കെ ചെയ്യില്ലേ. അതൊക്കെ സ്വീറ്റായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന ഡയറക്ടർ എന്നൊരാൾ. ഞാൻ പറയാം, നമ്മുടെ ധൈര്യം, ഒരു ആക്ടറിൻ്റെ ധൈര്യം എന്ന് പറഞ്ഞാൽ ക്യാമറയുടെ സൈഡിൽ നിൽക്കുന്ന ഡയറക്ടറാണ്. അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഘോഷ അടിക്കും, ഓക്കെ കലക്കി എന്ന് പറഞ്ഞാൽ തീർന്നു. അതല്ല, അയാൾ പറയണം കുറച്ചുകൂടെ ഒന്ന്. ഞാൻ ഏതൊരു സിനിമയിൽ ജയരാജൻ്റെ പടത്തിൽ അഭിനയിച്ചപ്പോൾ ഞാൻ ഒരു സീൻ അഭിനയിച്ചു. ഞാൻ പുള്ളി അപ്പോൾ അത് അടുത്ത് വന്നിട്ട് പറഞ്ഞു, ചെറിയൊരു കള്ളത്തനുണ്ട് രാജചേട്ടൻ ചെയ്തത്, അത് ഇവിടുന്ന് വരണം.